ഹലോ ഡിയേഴ്സ്, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? സത്യത്തിൽ ചെറിയ കാര്യങ്ങൾ, ചെറിയ ശീലങ്ങൾ ദിവസവും ആവർത്തിച്ച് ചെയ്താൽ ജീവിതം വളരെ നിശബ്ദമായി മനോഹരമായി മാറും. 30 ദിവസത്തെ പ്രാക്ടീസിലൂടെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്ന 5 ചെറിയ ശീലങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കിയാലോ? ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വളരെ ശാന്തമായ ഒരു തുടക്കം. രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്ന സമയം ചാടി പിടിച്ച് എഴുന്നേൽക്കാതെ, എഴുന്നേറ്റ ഉടനെ ഫോണൊന്നും നോക്കാതെ കുറച്ച് സമയം വളരെ നിശബ്ദമായി ബെഡിൽ തന്നെ ഇരിക്കുക. ബ്രീതിങ്ങിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഒരു 5 മിനിറ്റ്സ് അങ്ങനെ ഇരുന്നതിന് ശേഷം ഇന്നത്തെ എൻ്റെ ദിവസം വളരെ മനോഹരമായിരിക്കും എന്ന് നമ്മളൊന്ന് പറഞ്ഞ് ആ ഒരു എനർജിയോടുകൂടി നമ്മൾ ആരംഭിച്ചാൽ അന്നത്തെ ദിവസം തന്നെ ഏറ്റവും നന്നായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. കാരണം ഒരു ദിവസത്തിൻ്റെ ഊർജം എന്ന് പറയുന്നത് അതിൻ്റെ തുടക്കം എങ്ങനെയാണോ, നമ്മൾ കേട്ടിട്ടില്ലേ, തുടക്കം എങ്ങനെയാണോ അങ്ങനെയാണോ ഒടുക്കം എന്ന് പറഞ്ഞതുപോലെ ആ തുടക്കം നന്നായാൽ അന്നത്തെ ദിവസം നമുക്ക് വളരെ മനോഹരമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ മറക്കണ്ട, വളരെ ശാന്തതയോടുകൂടിയുള്ള ഒരു തുടക്കം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ബെഡിൽ കുറച്ച് സമയം, ഒരു 5 മിനിറ്റ്സ് എങ്കിലും വളരെ സൈലൻ്റ് ആയിട്ടിരുന്ന് ബ്രീതിങ്ങിൽ ശ്രദ്ധിക്കുക. ഇത് ചെറിയ ശീലമാണെങ്കിലും വളരെ പവർഫുൾ ആണ് എന്ന് ഓർക്കുക. ഇനി രണ്ടാമത്തെ ഒരു ശീലം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളെ ഒന്ന് ശ്രദ്ധിക്കുക. വാച്ച് യുവർ തോട്ട്സ്. മീൻസ് നമുക്കറിയാം, ഒരു ദിവസം ഒരാളുടെ ഉള്ളിലൂടെ ഏകദേശം 60,000-ൽ പരം ചിന്തകൾ കടന്നു പോകുന്നുണ്ട്. ഇത് ഏത് തരത്തിലുള്ള ചിന്തയാണ്? നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നമ്മൾ ആയിത്തീരുന്നു എന്ന് നമുക്കറിയാം. അപ്പം നമ്മളുടെ ചിന്തകൾ എന്താണ് എന്ന് നമ്മൾ എന്ത് ചെയ്യുക? വാച്ച് ചെയ്യുക. നമുക്ക് അനുകൂലമായ ചിന്തകളാണോ പ്രതികൂലമായ ചിന്തകളാണോ നമ്മളിലൂടെ കൂടുതലായിട്ട് കടന്നു പോകുന്നത് എന്നുള്ളത് വാച്ച് ചെയ്യുക. ഇനി എനിക്ക് കഴിയില്ല, എന്നെക്കൊണ്ട് പറ്റില്ല, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെയാണ് നിങ്ങളുടെ ഉള്ളിൽ വരുന്നതെങ്കിൽ നമ്മളപ്പം തന്നെ അതിനെന്ത് ചെയ്യുക? റീഫ്രെയിം ചെയ്തു കൊടുക്കുക. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, എനിക്ക് കഴിയും, ഞാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു, ഞാൻ സ്ലോലി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്കൊരു ശക്തി ഫീൽ ചെയ്യും. അതല്ല, എനിക്ക് പറ്റില്ല, എനിക്ക് കഴിയില്ല, ഇതിലേക്ക് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്തു പോയാൽ നമ്മളുടെ എനർജി ഡ്രെയിൻ ആവും, നമ്മൾ ഡൗൺ ആയിക്കൊണ്ടിരിക്കും. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ശീലം എന്ന് പറയുന്നത് നന്ദി പറയാൻ ശീലിക്കുക എന്നുള്ളതാണ്. നമ്മൾ ആദ്യത്തെ ശീലം പറയുന്നു, രാവിലെ എഴുന്നേറ്റ ഉടനെ ബെഡിൽ കുറച്ച് സമയം ഇരിക്കുക, ബ്രീതിങ്ങിലേക്ക് ശ്രദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അത് കഴിയുമ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു ദിവസം കൂടി നമുക്ക് ഉണർന്ന് എഴുന്നേൽക്കാൻ കഴിഞ്ഞതിനുള്ള നന്ദി. അവിടം തൊട്ട് എന്തിനൊക്കെ നന്ദി പറയണമെന്നോ, നമ്മുടെ മാതാപിതാക്കന്മാർക്ക്, ഗുരുക്കന്മാർക്ക്, ദൈവത്തിന്, നമ്മളിലൂടെ കടന്നു വന്ന ഓരോ കാര്യങ്ങൾക്കും നമുക്ക് നന്ദി സമർപ്പിച്ചിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അതിൻ്റെ ഊർജം വളരെ വലുതായിരിക്കും. നന്ദിയുള്ളവന് വീണ്ടും വീണ്ടും കൊടുക്കപ്പെടും എന്നല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ആ നന്ദി പറയുന്ന ശീലം നമുക്ക് ഉറങ്ങുന്നതിന് തൊട്ട് മുൻപും പറയാം. ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് അന്ന് നടന്ന എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. അത് നല്ലതും ചീത്തയുമായ എല്ലാ കാര്യങ്ങൾക്കും. കാരണം മോശം എന്ന് പറയുന്ന കാര്യങ്ങളിൽ പോലും നമുക്ക് പഠിക്കാൻ ഒരു ലെസൺ ഉണ്ട്, നമുക്കൊരു പാഠമുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? അതിനും നമ്മൾ എന്ത് ചെയ്യുക? നന്ദി സമർപ്പിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ തന്നെ പ്രാക്ടീസ് ചെയ്യാം. കുറഞ്ഞതൊരു 10 കാര്യങ്ങൾക്കെങ്കിലും നന്ദി പറഞ്ഞുകൊണ്ട് അന്നത്തെ ദിവസം നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. അടുത്തതായിട്ടുള്ള ശീലം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനായിട്ട്, നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനായിട്ട് നമ്മൾ കുറച്ച് സമയം നീട്ടിവെക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഒന്നെങ്കിൽ യോഗ, അല്ലെങ്കിൽ എക്സസൈസ്, അല്ലെങ്കിൽ ജിമ്മിൽ പോവുക, അല്ലെങ്കിൽ ഡാൻസ് കളിക്കുക, അല്ലെങ്കിൽ നടക്കാൻ പോവുക, ചെറുതായിട്ട് സ്ട്രെച്ച് ചെയ്യുക. എന്താണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ അത് നിങ്ങൾക്ക് ചെയ്യാം. കാരണം നമ്മുടെ ബോഡി അനക്കാതിരുന്നാൽ എനർജി സ്റ്റാഗ്നൻ്റ് ആയിപ്പോവും.
എനർജി ഫ്ലോ ചെയ്യില്ല. അപ്പോൾ കൃത്യമായിട്ട് ഒരു 30 മിനിറ്റ്സ് എങ്കിലും നമ്മൾ നമ്മളുടെ ഫിസിക്കൽ ഹെൽത്തിനായിട്ട്, നമ്മുടെ ബോഡി സംരക്ഷണത്തിനായിട്ട് മാറ്റിവെക്കുക. ഒപ്പം തന്നെ നമ്മുടെ ബോഡിയെ പാമ്പർ ചെയ്യുന്ന ആക്ടിവിറ്റീസൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. എണ്ണ തേച്ചുള്ള കുളി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ബോഡിയെ ടച്ച് ചെയ്യുക, ബോഡിയോട് ലവ് യു പറയുക, ബോഡിയെ റെക്കഗ്നൈസ് ചെയ്യുക, ഇതൊക്കെ നമ്മൾ ബോഡിക്ക് വേണ്ടി ചെയ്യുന്ന ശീലങ്ങളാണ്. 5-മത്തെ ശീലം എന്ന് പറയുന്നത് നമ്മൾ സ്വയം സ്നേഹത്തോടെ നമ്മളോട് സംസാരിക്കുക. നമ്മൾ എങ്ങനെയാണ്, നമുക്കറിയാം, നമ്മൾ ഓരോ സമയം നമ്മളോട് തന്നെ ടോക്ക് ചെയ്യുന്നുണ്ട്. അത് വളരെ കമ്പാഷനേറ്റായിട്ട്, ലവബിളായിട്ട് നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ജഡ്ജ് ചെയ്യാതെ, നമ്മളെ അനുകൂലിച്ചുകൊണ്ട്, എന്ത് കാര്യങ്ങളും ആയിക്കോട്ടെ, പക്ഷെ നമ്മളോട് തന്നെ സ്നേഹത്തോടും കമ്പാഷനേറ്റോടുകൂടി നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും. നമുക്ക് വളരെ സമാധാനം തോന്നും, നമുക്കൊരു ഫ്ലോ ചെയ്യുന്നതായിട്ട് തോന്നും. ഇങ്ങനെ ഈ 5 ചെറിയ ശീലങ്ങൾ നിങ്ങൾ ദിവസവും 30 ദിവസം ആവർത്തിച്ച് ചെയ്തു കഴിഞ്ഞാൽ വലിയ മാറ്റം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ചെറിയ ശീലങ്ങൾ വലിയ മാറ്റത്തിലേക്ക് നമ്മളെ നയിക്കും. നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.